Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Azizia Organic World. RS Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by RS Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. ഫോക്കസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഡനാട്ട് ഗ്രൂപ്പ് പ്രവാസി വിശേഷം. നമസ്കാരം. ധനാത് ഗ്രൂപ്പ് പ്രവാസി വിശേഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസി വിശേഷത്തിൽ നമുക്ക് വിശിഷ്ട അതിഥിയായി എത്തിയേക്കുന്നത് അറാസ് മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ KC ബാബു ആണ്. നമുക്ക് അദ്ദേഹത്തെ ഈ സെഗ്മെൻറ്റിലോട്ട് സ്വാഗതം ചെയ്യാം. അറാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ഏതാണ്ട് 11 കമ്പനി ഉള്ള അല്ലെങ്കിൽ 12ാമത്തെ കമ്പനി ഉള്ള ഒരു സ്ഥാപനമാണ് ഈ അറാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഒന്ന് വീണ ട്രേഡിങ്, രണ്ടാമത് അറാസ് മെഡിക്കൽ എൻജിനീയറിങ്, മൂന്ന് അറാസ് മെഡിക്കൽ ആൻഡ് ലബോറട്ടറി ഗ്യാസ് എൻജിനീയറിങ് സിസ്റ്റം. അങ്ങനെ ഓരോ കമ്പനികളും ഞങ്ങൾ ഈ മെയിൻ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് എടുത്ത ലൈസൻസുകളാണ്. ഒന്ന് അറാസ് ജനറൽ ട്രേഡിംഗ് ഉണ്ട്, ഗ്യാസ് സേഫ്റ്റി ഉണ്ട്, അറാസ് കോൺട്രാക്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അറാസ് സിവിൽ ഡിഫൻസിൻ്റെ ഇതിൽ LPG സിസ്റ്റമുണ്ട്, അതുപോലെ തന്നെ ലോ വോൾട്ടേജ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതിന് അറാസിൻ്റെ തന്നെ ബ്രാഞ്ച് ഇന്ത്യയിൽ ഉണ്ട്, 2 സ്ഥാപനമുണ്ട്. ഒന്ന് ABS അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനവും BVAT ഹെൽത്ത് കെയറും. അങ്ങനെ 11 ലൈസൻസും പ്ലസ് 1 ലൈസൻസ് ട്രെയിനിങ്ങിനുള്ള ലൈസൻസുമാണുള്ളത്. അത് ഈസ്റ്റ്വുഡ് പാർക്ക് UK സ്ഥാപനവുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഇവിടെ ചെയ്യുന്നു. കാരണം കംപ്ലീറ്റ് സർട്ടിഫിക്കേഷൻ ഈ പറയുന്ന ഞങ്ങൾ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയും ഈ പറയുന്ന ലൈൻ ഓഫ് ബിസിനസ്സിനും ട്രെയിനിങ് ഏറ്റവും അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് പേഴ്സണ്, കോമ്പറ്റീറ്റീവ് പേഴ്സൺ, പോർട്ടർ ട്രെയിനിങ്, മെഡിക്കൽ ഗ്യാസ് എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ്, നേഴ്സിംഗ് ഡെസിഗ്നേറ്റഡ് നേഴ്സ് ട്രെയിനിങ്, അതുപോലെ തന്നെ ജനറൽ നേഴ്സിംഗ് ട്രെയിനിങ്. ഇതെല്ലാം ഈ സ്ഥാപനത്തിനും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ജോലി ചെയ്യുന്ന എല്ലാവർക്കും സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് സിറ്റി ആൻഡ് ഗിൽഡിൻ്റെ തേർഡ് പാർട്ടി ഇൻസ്പെക്ഷനോടുകൂടെ ഇവിടെ ഞങ്ങൾ ട്രെയിനിങ് നടത്തി എല്ലാവർക്കും സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു. അത് പ്യുവർ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സിന് മാത്രമേ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന് മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അത് ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് എക്സാം പാസ്സായി ടെസ്റ്റ് പാസ്സായതിന് ശേഷം ഇവിടെ നിന്ന് UK അയച്ചു കൊടുത്തിട്ട് ഈസ്റ്റ്വുഡ് പാർക്ക് UK അത് സർട്ടിഫൈ ചെയ്ത് 100% ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇത് സർട്ടിഫിക്കേഷൻ കൊടുക്കാറുള്ളൂ, സർട്ടിഫൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അത് ഇൻ്റർനാഷണലി വാലിഡാണ്. അതുപോലെ UK എംബസിയിൽ അത് വാലിഡാണ്. അറ്റസ്റ്റ് ചെയ്ത് പോയാൽ സർട്ടിഫൈ ചെയ്യുക, അറ്റസ്റ്റ് ചെയ്ത് ഒരു ക്വാളിഫിക്കേഷൻ, എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ യു വിൽ ഗെറ്റ് ഫ്രം ഹിയർ. അതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളുടെ സ്ഥാപനം ഒന്ന് അമേരിക്കൻ കമ്പനിയുമായിട്ട് കൊളാബറേഷൻ ഉള്ളതാണ്, UK കമ്പനിയുമായിട്ട് കൊളാബറേഷൻ ഉള്ളതാണ്, ഫ്രഞ്ച് കമ്പനിയുമായിട്ട് കൊളാബറേഷൻ ഉള്ളതാണ്, ജപ്പാനുമായിട്ട് കൊളാബറേഷൻ ഉള്ളതാണ്. കാരണം ഇവിടെ നിന്നെല്ലാം ട്രെയിനിങ് എടുത്തതുകൊണ്ട് ഇവിടുത്തെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇപ്പോഴുള്ള സ്ഥാപനങ്ങൾ, ഒന്ന് ഹെഡ് ക്വാർട്ടേഴ്സ്, എൻജിനീയേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഞങ്ങൾ ഇതുണ്ട്, ഏതാണ്ട് 40 പേരോളം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ ഡിസൈന്, ടെസ്റ്റിംഗ്, കമ്മീഷനിങ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം എല്ലാ A to Z ഒരു ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിവുള്ള എൻജിനീയേഴ്സും ടെക്നീഷ്യൻസും ഉള്ളതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് ആണ് ഞങ്ങളെ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഇതുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ ഹോസ്പിറ്റലുകളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മിക്കവാറും ഹോസ്പിറ്റലുകൾ നമ്മളാണ് ചെയ്തിരിക്കുന്നത്. ശ്രീ ചിത്രയുടെ ഉള്ള വർക്കുകൾ നമ്മൾ ചെയ്തിരിക്കുന്നു. SUT എന്ന് പറയുന്നതുകൊണ്ട് അനന്തപുരി ഹോസ്പിറ്റലുണ്ട്, CTS ചെങ്ങന്നൂരിലെ CTS ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ പല ഹോസ്പിറ്റലുകളും ഏതാണ്ടൊരു
നല്ല ശതമാനം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അപ്പോളോയുടെ ബ്രാഞ്ചിൽ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ചെയ്തിട്ടുണ്ട്, ബോംബെ ചെയ്തിട്ടുണ്ട്, മദ്രാസിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ പറയുന്ന തിരുവല്ല മെഡിക്കൽ മിഷന് അങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലും നമ്മളവിടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ UAE എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു 90% ഓഫ് ദ ഹോസ്പിറ്റൽസ് ഞങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇതിനകത്ത് നമ്മൾ നോക്കുന്ന അൽകാസ്മി ഹോസ്പിറ്റൽ, ദുബായ് ഹോസ്പിറ്റൽ, അൽവാസൽ ഹോസ്പിറ്റൽ, ആക്ച്വലി എൻ്റെ പ്രത്യേക ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അൽവാസൽ ഹോസ്പിറ്റൽ, ജലീല ഹോസ്പിറ്റൽ, പിന്നെ ഈ പറയുന്ന മഫ്രഖ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വളരെ ഹൈലി പ്രസ്റ്റീജിയസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ക്ലീവ്ലാൻഡ് ക്ലിനിക് അബുദാബിയാണ്. അത് പ്രത്യേകിച്ച് അമേരിക്കൻ സ്റ്റാൻഡേർഡോടുകൂടി NFPA സ്റ്റാൻഡേർഡിൽ ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ടിൽ ടുഡേ. വി ആർ ഗോയിങ് അഹെഡ് എവറി ടൈം. Therefore we got a showroom. We got a nice showroom with almost 4,000 square feet showroom is here now. Also we are manufacturing 200 by 100 meter സ്പേസിൽ ഇന്നത്തെ കൊറോണയുടെ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ്, അസംബ്ലിങ്, സപ്ലൈ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്, വാറണ്ടി, ഗ്യാരണ്ടി, 24 hours coverage of emergency calls. Therefore we have decided to go from here manufacturing 100% ISO certified product. We are manufacturing from here and supply to all over the places where we can our clients need it. ടീം മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്സിസ് സിന്ധു കെ മാം ആണ് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. എൻ്റെ പേര് സിന്ധു അരുൺകുമാർ. ടീം മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ടറാണ്. ഈ വൺ ഓഫ് ദ ഡയറക്ടർ അരുൺകുമാറാണ്, ഒന്ന് ഞാനുമാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ 4-5 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊഡക്ഷൻ സെൻറ്റർ ഫസ്റ്റ് ഗ്രൂപ്പ്, പിന്നെ പാക്കിംഗ് സെൻറ്റർ, പിന്നെ ഓഫീസ് സ്റ്റാഫ് ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ ഡ്രൈവർമാർ ഔട്ട്സൈഡ് മാർക്കറ്റിംഗ് സെൻറ്ററിൽ ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ ക്ലീനിങ് ചെയ്യുന്നതിനായിട്ടാണ് ഒരു ഗ്രൂപ്പ്. അങ്ങനെ 4-5 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഞങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു 100-ൻ്റെ ഉള്ളിൽ സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ സെൻറ്ററിലാണെങ്കിൽ പാക്കിംഗ് സെൻറ്ററിലാണ് ലേഡീസിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓഫീസിലാണെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് ലേഡീസാണ്. മാർക്കറ്റിംഗ് സെൻറ്ററിൽ ഒരു ജെൻസിനെ വയ്ക്കാനാണ് പ്ലാൻ ഉള്ളത്. പേരിൽ മിന്നൂസ് എന്ന് തുടങ്ങിയതായിരുന്നു ആദ്യം മിന്നൂസ് എന്ന്. ഇപ്പോൾ അത് വലിയ രീതിയിൽ ടീം മിന്നൂസ് എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഈ പ്രൊഡക്ട്സ് ടീം മിന്നൂസ് എന്നത് ഈ രീതിയിലായിരിക്കുന്നത്. ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും ഈ ടീം മിന്നൂസിനെ പറ്റി, ഈ പ്രൊഡക്റ്റിനെ പറ്റി, നമ്മളുടെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരുന്നു, ആദ്യം ഇങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു, അത് ബാക്കൗട്ടായാലും നല്ല അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾക്കത് അതിൽ വാട്സപ്പ് രീതിയിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ 3-4 ഡേയ്സ് ബാക്ക് ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിരുന്നു ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് തന്നെ. ഞങ്ങൾ ടീം മിന്നൂസ് ഫുഡ് പ്രൊഡക്റ്റ് ആദ്യം ഉപയോഗിച്ചിരുന്നില്ല. സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്, ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ വേറെ മാവാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളത് നിങ്ങളുടെ മാവ് ഒരു ദിവസം ഉപയോഗിച്ച് നോക്കി, പക്ഷെ അത് നല്ല ക്വാളിറ്റി ആയിരുന്നു, ഞങ്ങൾ ഈ മാവ് ഇനി ഉപയോഗിക്കുള്ളൂ എന്ന അഭിപ്രായം കേട്ടു. അത് ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയാണ്. ഞങ്ങൾ എല്ലാ ഒക്കേഷനിലും ഓഫറുകൾ കൊടുക്കാറുണ്ട്. അതിന് പുറമെ ഈ ഇയർലി
ഇയർലി സമ്മാനങ്ങളായിട്ട് ഓരോ ബമ്പർ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളിൽ എല്ലാവർക്കും നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തിച്ചേരുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്ലാനുള്ളൂ. മിന്നൂസ് എന്ന പ്രൊഡക്റ്റ് ചെറിയ രീതിയിലായിരുന്നു ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ വലിയ രീതിയിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരുള്ള ടീം മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളാണ്. ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങൾ മുൻപോട്ട് അടുത്ത എപ്പിസോഡിലും തുടരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ആർജെ ജോബി. മസ്സലാം. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി, ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Hello and welcome to Eurotravel's Visa Change Details. 90 days visa change rate is only 1299 dirhams and 30 days visa change rate is only 1049 dirhams. We assist you with your air ticket, hotel bookings and UAE tourist attractions. Contact us for more details. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever. ഞാൻ ധാരാളം ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സൗണ്ട് പ്രൂഫായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം വിത്ത് ഫുള്ളി എയർ കണ്ടീഷൻഡ്, അതിൽ പാട്ട് പാടാം, അതുപോലെ തന്നെ എല്ലാ കലാപരിപാടികളും നടത്താം, എക്കോ ഇല്ല. എൻ്റെ വീട്ടിലെ പല കല്യാണങ്ങളും പാർട്ടികളും ഇവിടെ ഞാൻ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടംപോലെ ഇവിടെ പാർക്കിംഗ് സൗകര്യവും പുള്ളി ഒരു ഇതിനകത്തൊരു മോസ്റ്റ് മോഡേൺ ഒരു 5 സ്റ്റാറിന് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഇത് കേരളത്തിന് തന്നെ ഒരു അഭിമാനമായ ഒരു പ്രസ്ഥാനമായി വളർന്നു വരും. നല്ല ഭക്ഷണം, രുചികരമായ ഭക്ഷണം സംതൃപ്തിയോടെ കഴിക്കുന്നതിന് അസീസിയയിലെ ഈ റെസ്റ്റോറൻറ്റ് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞാൻ അസീസിന് ഈ അവസരത്തിൽ നേരും. So the event was meticulously organized. The light, the flowers, the all together, the expression that you guys conveyed us through the event, it is inexplicable. വളരെ സന്തോഷമായി. ഒരു പെട്ടെന്നുള്ളൊരു സർപ്രൈസ് ആയിരുന്നു ഈ
സ്റ്റേജ് ഡെക്കറേഷൻ, അതുപോലെ തന്നെ ആൾക്കാർ വന്നിട്ടുള്ള അവിടെ ആ ഒരു പ്രോട്ടോകോൾസ് എല്ലാം വെച്ചിട്ട് എല്ലാവരും വന്നതും ഇവൻ്റ് ഓൾ ടുഗദർ വളരെ ഇറ്റ് വാസ് വെൽ പ്ലാൻഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ്. ഒരു സിമ്പിൾ പരിപാടി നടത്താൻ എനിക്ക് തോന്നുന്നു അസീസി has immensely shown gratitude towards its customers. I thank the entire team for making this day very beautiful and wish you all the best. Thanks. ഇവിടെ ഒരുപാട് പരിപാടികൾക്ക് പാടാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അസീസിയ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേദിയാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു ഹോം ഗ്രൗണ്ടാണ്. ഈ അസീസിയ എന്ന ഈ ഏറ്റവും എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന കലാകാരനും ഞാൻ തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സൗണ്ട് എക്യുപ്മെൻറ്റ്സ് വളരെയധികം നിലവാരം പുലർത്തുന്ന സൗണ്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഓർഗാനിക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന റെസ്റ്റോറൻറ്റും അതുപോലെ ഇവിടെ ഷോപ്പും സൂപ്പർ മാർക്കറ്റും എല്ലാമായിട്ട് ഞാൻ ഏറ്റവും അധികം എൻ്റെ വീട് കഴിഞ്ഞാൽ എറണാകുളത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് അസീസിയ എന്നുള്ളത് നിസ്സംശയം പറയാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷണൽ പ്ലസിലുള്ളത് ചെമ്പക എഡ്യൂക്കേഷൻസിൻ്റെ ചെയർമാനും അഥീന എഡ്യൂക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ. അപ്പോൾ ആ ചലഞ്ചിനെ നമ്മൾക്ക് മാനേജ്മെൻറ്റ് എന്നൊരു നിലയിൽ നമ്മുടെ വ്യൂ എന്ന് ചിന്തിക്കുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ഒരു സ്കൂളിൻ്റെ വെല്ലുവിളിയെന്ന്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെല്ലുവിളിയുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ മനസ്സ് പൂർണ്ണമായി അതിൽ നിൽക്കണം. ഒരു ഫുൾ മൈൻഡിൽ നിൽക്കണം. സംശയങ്ങളൊന്നും നമുക്കുണ്ടാകരുത്. ലക്ഷ്യം കൃത്യമായിരിക്കണം. ഈ രീതിയിൽ വേണം ഒരു സ്കൂള് ഒരു കുട്ടിയെ സമീപിക്കാനുള്ളത്. കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ ഒന്ന് പരീക്ഷണമൊന്നും നടത്തിക്കളയൽ, ടെസ്റ്റ് പേപ്പറൊന്നും ഇട്ട് കളയൽ, സ്റ്റാൻഡേർഡ്സ് ഒന്നും അളക്കല്, ഇതൊക്കെ കാണിക്കുന്നത് ആ സ്കൂളിൻ്റെ ഉൾഭയം കൊണ്ടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കുട്ടിയെ സ്നേഹിക്കാനും ആ കുട്ടിയെ സ്വന്തം മകനെ കുട്ടികളെ മാതിരി കാണാനും കുട്ടികളോടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഉള്ള അധ്യാപകൻ്റെ കഴിവായിരിക്കും ഒരു അധ്യാപകന് ആദ്യമായി വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ഈസ് എബിലിറ്റി ടു ബിൽഡ് എ ഫ്രണ്ട്ഷിപ്പ്. അത് ഒരു സ്കൂളിൻ്റെ ഏറ്റവും പരമോന്നതമായ കാര്യമാണ്. ഒരിക്കൽ ഈ കുഞ്ഞും അധ്യാപകനും കൂടെ ഭയങ്കര ഫ്രണ്ട്സായി. ഇനി ഈ കുഞ്ഞ് എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? കുഞ്ഞ് താനെ പഠിച്ചോളും. കാരണം കുഞ്ഞിന് അധ്യാപകനായിട്ട് അത്ര ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞ് പഠിക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും കുട്ടിക്ക് ഇഷ്ടമല്ല. അധ്യാപകനൊരു ഗൈഡൻസാണ് കൊടുക്കണം. അധ്യാപകൻ്റെ റോളെന്ന് പറയുന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ടീച്ചർ ഈസ് ദ കൗൺസിലർ. ടീച്ചറല്ല, ടീച്ചർ ഈസ് എ കൗൺസിലർ. ഉപദേശിയ മാർഗം കൊടുക്കുന്ന ആളാണ്. എല്ലാ കുട്ടികളെയും ഒരേപോലെ പഠിപ്പിക്കാനല്ലേ എനിക്ക് നേരം ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതിയല്ലോ. പക്ഷേ കുട്ടി പഠിക്കുന്ന രീതികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അധ്യാപകൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് പല കുട്ടികളെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് കളികളിലൂടെ വേണം അവരെ കാര്യം പഠിപ്പിക്കാനുള്ളത്. നമ്മളെന്ത് കുട്ടിക്കാലത്ത് പഠിച്ചെങ്കിലും പിൽക്കാലത്ത് നമ്മളത് മറന്നുപോയി എങ്കിൽ അതിൻ്റെ കാരണം പഠിച്ചത് വച്ചിട്ട് നമുക്ക് കളികളൊന്നും നടന്നില്ല. ഇന്നും ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് എന്തൊക്കെ കളിച്ചിരുന്നു എന്ന്.
മനസ്സിൽ നിന്ന് മായുന്നില്ല. പഠിച്ചതൊന്നും കളിക്കാത്തത് കൊണ്ട് അതൊന്നും ഓർമ്മയുമില്ല. അപ്പോൾ അധ്യാപകൻ മനസ്സിലാക്കണം, ഈ ഒറ്റയ്ക്ക് കുട്ടിയെ ഒരു പഠിപ്പിക്കാതെ പഠിപ്പിക്കുന്നതിൻ്റെ അന്തസത്ത മാത്രം പറഞ്ഞിട്ട് കുട്ടിയെ കളികളിൽ വിട്ട് കഴിഞ്ഞാൽ പലതരം നമ്മൾ ഓടിത്തൊട്ട് കൊന്തിത്തൊട്ട് കല്ലെറിഞ്ഞ് ഉരുണ്ട് കളിച്ച് എന്ത് കളിച്ചാലും കുഴപ്പമില്ല. ഈ പഠിച്ചതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പല രീതിയിൽ നമ്മളത് അവിടെ പ്രയോഗിക്കുന്നുമുണ്ട്. അതിലേക്കൊന്ന് വഴിതിരിച്ച് കൊടുക്കാമെങ്കിൽ അധ്യാപകനൊന്നും മനസ്സിലാവും, കളികളിലൂടെ ഈ കുട്ടിയെല്ലാം പഠിപ്പിക്കും. അപ്പോൾ അധ്യാപകൻ്റെ മൂന്നാമത്തെ ക്വാളിറ്റി വന്നു കഴിഞ്ഞു. അധ്യാപകൻ ഫ്രണ്ട്ഷിപ്പിലൂടെ പോകണം. അധ്യാപകൻ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിക്കണം. അതിലുപരി കുട്ടികളെ കളിക്കാൻ വിടണം. കളികളിലൂടെ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവൻ രസിച്ച് പഠിച്ചോളും. അതാണ് അധ്യാപകൻ്റെ ഒരു മൂന്നാമത്തെ ക്വാളിറ്റി. അലൗ ചിൽഡ്രൻ ടു ക്വസ്റ്റ്യൻ ദംസെൽസ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് പഠിച്ചുകൊള്ളും. ഇത് പറയുമ്പോൾ ഇനി അധ്യാപകൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ പറഞ്ഞേ പറ്റൂ. അധ്യാപകൻ്റെ ബേസിക്കായിട്ടുള്ള 3-4 ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞു. ഇതിലുപരി ഈ കുട്ടികൾ ഒന്നിച്ച് പഠിക്കുമ്പോഴേ, ഒന്നിച്ച് കളിക്കുമ്പോൾ, ഒന്നിച്ച് പെരുമാറുമ്പോൾ അധ്യാപകനും കുട്ടിയായിട്ടുള്ള സ്നേഹം മാതിരി തന്നെ ആയിരിക്കണം കുട്ടികളും കുട്ടികളായിട്ടുള്ള സ്നേഹം. ഒരു സ്കൂളിൽ ചെന്നാൽ അവിടെ ഇല്ലാതെ പോകുന്നത് കുട്ടികളുമായിട്ടുള്ള സ്നേഹമില്ല. അതുകൊണ്ട് അധ്യാപകനറിയാം, ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ പല തട്ടിലാക്കരുത്. എല്ലാ കുട്ടിക്കും ഒരേ റെസ്പെക്റ്റ്, എല്ലാ കുട്ടിക്കും ഒരേ ഓപ്പർച്യൂണിറ്റി, എല്ലാ കുട്ടിക്കും ഒരേപോലെ തീരുമാനം. ഇതെൻ്റെ മോനാണ്, ഇതെൻ്റെ ഫ്രണ്ട് സാറിൻ്റെ മോനാണ്, ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും, എവിടെ നിന്ന് വരുന്ന കുട്ടികൾക്കും ഒരേ സ്വാതന്ത്ര്യം, ഒരേ മനസ്സ്, ഒരേ കൂട്ടുകെട്ട്. അതുണ്ടെങ്കിൽ അവർ തങ്ങളുടെ നന്നായിട്ട് അടുത്ത് വരാനും നല്ല ഫ്രണ്ട്സാകാനും, രാവിലെ സ്കൂൾ ഇല്ല എന്ന് കേട്ടാൽ കുട്ടിക്ക് സങ്കടം വരാനും, സ്കൂളുണ്ടെന്ന് കേട്ടാൽ തുള്ളിച്ചടിഞ്ഞു വരാനും കഴിയും. ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്ലസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. Gulf Brothers Hair Fixing. Wipe your baldness forever. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Hello and welcome to another segment with Aras Medical Devices Exclusive, as we continue on our journey of exploring medical devices. My name is K.C. Babu, Managing Director of Aras Medical Devices and Equipment Co. LLC. Today we are going to cover the oxygen scarcity in all over the world. The reason one is that because many patients are dying because of the coronavirus, and there are some places are not available oxygen. Oxygen can be produced from the air. What we are actually breathing is there is an oxygen, but only thing is that we have oxygen for 21% of the oxygen is in the air, 78% is the nitrogen, and 1.1% is the other inert gases which we cannot remove from the air. But we have a new system. It's not a new system, it is more than, actually we introduced in the market in 1982, but because of the availability of the oxygen or as a liquid oxygen or a gas available in the market, therefore this place is called, or the product is called PSA unit, processing absorption unit, which is available from many years ago, but it's not in the market. Is available because of the availability of the oxygen is more in the country wherever we are actually now operating.
Now the present situation is so critical, and oxygen is very important. Oxygen need to saving the life of the patient, especially from the COVID. We need oxygen. That's the main treatment and used by the medical providers. Therefore, I would like to talk about the how the oxygen is producing from the PSI unit. In the air there is an oxygen is 21%, but we have to make a suppression. If you want to make a suppression, first you need to take a compressor. From the compressor it will go to the, there is a air dryer is there. There are two types of dryers are available, one is a desiccant, one is a refrigerant dryer. But we can use that refrigerant dryer because we have it's almost the same processes that we are doing for the oxygen concentration. Therefore, we use a air dryer for the refrigerant dryer. Okay, next one is we are talking about the activated carbon tower, which you can actually remove all the harmful material. Then we are going to the medical air tank, which is because we are talking about from here the compressor, then we are drying, then after taking the moisture content and everything, then it will go to activated carbon tower. Activated carbon, after that is medical air, because that's where we have to fill the medical air tank. Whatever the capacity of the PSA, we should produce a compressed air. Now we are actually coming to the oxygen generator, or we call a processing absorption unit. The processing absorption unit actually there is a two tower is there. One is activation, then another deactivation. Whatever this one is silica gel or molecules that is inside the this tower, it will generate remove the nitrogen and other impurities, and it will absorb the oxygen and deliver to the also we got one advantage that we have a primary and secondary is available, because in case of one is not working or the one can work a certain time and another can switch over to another one. That's when 24 hours you can cover this oxygen generation. Therefore, we are using this two tower. This primary and secondary. After the primary and secondary, there is a oxygen tank is there. From here, actually, we are giving to the hospital, or we give it to the automatic filling station. That is the one system which we are actually using for the oxygen production at the site. What we are talking about, we are specialized in almost 46 years in the country. We are covering from the Dubai, UAE, also we are in the Middle East, or in the Africa, and also the part of the India, we are covering this system. Therefore, kindly call us for a design, and we will be able to make the system for you, suitable system for you. All the facilities should be given according to the requirements of the patient at the moment. We are there to help you. Therefore, please call us in the future. Any requirements you feel it, please call us. Thank you very much. ഇന്നത്തെ ഫോക്കസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off from Focus. Bye-bye and take care. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Azizia Organic World. Aris Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.